കടലിനെ തോൽപ്പിച്ച് കരയുണ്ടാക്കിയ രാജ്യം. ഒരു രാജ്യം വളരുമ്പോൾ അവർ സാധാരണയായി എന്താണ് ചെയ്യാറുള്ളത്? ഒന്നുകിൽ അയൽ രാജ്യങ്ങളുടെ അതിർത്തികൾ കയ്യേറും, അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് പുതിയ ഭൂമി പിടിച്ചെടുക്കും. എന്നാൽ ഭൂമിക്ക് വേണ്ടി മനുഷ്യരോട് യുദ്ധം ചെയ്യാതെ സാക്ഷാൽ കടലിനോട് ശാസ്ത്രീയമായി പോരാടി പുതിയൊരു രാജ്യം തന്നെ നിർമ്മിച്ചെടുത്ത ഒരു കൂട്ടർ ഈ ഭൂമിയിലുണ്ട്. അതാണ് നെതർലാൻഡ്സ്. ഭൂമിശാസ്ത്രപരമായി ഇല്ലാത്ത ഒരു ഭൂമിയെ മനുഷ്യന്റെ അറിവും കഠിനാധ്വാനവും കൊണ്ട് ഡച്ചുകാർ നിർമ്മിച്ചെടുത്തു എന്ന് പറയുന്നതാകും കൂടുതൽ കൃത്യം. അതൊരു വെറും വാക്കല്ല, കട്ട ഫാക്റ്റാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന്റെ കഥയറിയാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നെതർലാൻഡ് എന്ന പേരിന്റെ അർത്ഥം നോക്കാം. താഴ്ന്ന നിലങ്ങളിലുള്ള രാജ്യം. ഈ പേര് അന്വർത്ഥമാക്കുന്നതാണ് അവിടുത്തെ ഭൂമിശാസ്ത്രം. ഈ രാജ്യത്തിന്റെ 1/3 ഭാഗവും കിടക്കുന്നത് സമുദ്രനിരപ്പിന് താഴെയാണ്. അതായത് ഇന്ന് അവർ ജീവിക്കുന്ന, കൃഷി ചെയ്യുന്ന വലിയ കെട്ടിടങ്ങൾ പണിതുയർത്തിയ മണ്ണ് ഒരു കാലത്ത് കടലിന്റെ അടിത്തട്ടായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ചെറിയൊരു കൊടുങ്കാറ്റോ വേലിയേറ്റമോ ഉണ്ടായാൽ പോലും നെതർലാൻഡ്സിലെ പകുതിയിലധികം പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകുമായിരുന്നു. 10,000-കണക്കിന് മനുഷ്യരുടെ ജീവനാണ് പ്രകൃതി ദുരന്തങ്ങളിൽ അവിടെ നഷ്ടപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിനൊരു ശാസ്ത്രീയമായ ശാശ്വത പരിഹാരം കാണാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് അവർ ലോകത്തെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റുകൾക്ക് തുടക്കമിടുന്നത്. അവർ ചെയ്തത് വളരെ ലളിതവും എന്നാൽ അതിശയോക്തവുമായ ഒരു തന്ത്രമാണ്. കടൽ വെള്ളം കയറുന്ന ഭാഗങ്ങളിൽ അവർ വലിയ മൺതിട്ടകളും അതിനൂതനമായ ഡാമുകൾ നിർമ്മിച്ച് വെള്ളത്തെ തടഞ്ഞു നിർത്തി. അതിനുശേഷം ആ ഡാമുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന കടൽ വെള്ളത്തെ പമ്പ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞു. പണ്ടുകാലത്ത് വൈദ്യുതിയും ആധുനിക മോട്ടോറുകളും ഇല്ലാതിരുന്നപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ അവർ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ എന്താണെന്നോ? നമ്മൾ ഇന്ന് നെതർലാൻഡ്സിന്റെ പ്രതീകമായി കാണുന്ന വലിയ കാറ്റാടി യന്ത്രങ്ങൾ അഥവാ വിൻഡ് മില്ലുകൾ, കാറ്റിന്റെ മെക്കാനിക്കൽ ശക്തി ഉപയോഗിച്ച് ഈ വിൻഡ് മില്ലുകൾ തുടർച്ചയായി പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് അവർ കോടിക്കണക്കിന് ലിറ്റർ കടൽ വെള്ളം കരയിൽ നിന്ന് തിരിച്ചൊഴുക്കിയത്. ഇങ്ങനെ കടലിൽ നിന്ന് മാറ്റിയെടുക്കുന്ന ഭൂമിയെ ശാസ്ത്രീയമായി വിളിക്കുന്ന പേരാണ് പോൾഡറുകൾ. ഇന്ന് നെതർലാൻഡ്സിന്റെ ഭൂരിഭാഗവും ഇത്തരം പോൾഡറുകളാണ്. എന്നാൽ കഥ അവിടെ തീർന്നില്ല. 1953 ഒരു വലിയ നോർത്ത് സീ കൊടുങ്കാറ്റിൽ അവരുടെ പ്രതിരോധങ്ങളെല്ലാം തകർന്ന് വലിയൊരു ദുരന്തമുണ്ടായി. അതോടെ ഡച്ചുകാർ തങ്ങളുടെ എഞ്ചിനീയറിംഗ് അടുത്ത ലെവലിലേക്ക് മാറ്റി. അവർ നടപ്പിലാക്കിയതാണ് ഡെൽറ്റ വർക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റ് പ്രതിരോധ സംവിധാനമാണിത്. കടലിൽ കിലോമീറ്ററുകളോളം നീളമുള്ള ഭീമാകാരമായ ചലിക്കുന്ന വാതിലുകൾ അവർ നിർമ്മിച്ചു. സാധാരണ സമയങ്ങളിൽ കപ്പലുകൾക്ക് പോകാൻ ഈ വാതിലുകൾ തുറന്നു കിടക്കും. എന്നാൽ കടലിൽ വലിയ കൊടുങ്കാറ്റോ രാക്ഷസ തിരമാലകളോ ഉണ്ടായാൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഇത് തിരിച്ചറിഞ്ഞ് ഈ ഭീമൻ വാതിലുകൾ തനിയെ അടയ്ക്കും. ശാസ്ത്രലോകം ഇതിനെ വിശേഷിപ്പിച്ചത് ലോകത്തിലെ 7ാമത്തെ അത്ഭുതമെന്നാണ്. ഇന്ന് ആഗോള താപനം കാരണം ലോകമെമ്പാടും സമുദ്രനിരപ്പ് ഉയരുമ്പോൾ പല രാജ്യങ്ങളും ഭയക്കുകയാണ്. എന്നാൽ നെതർലാൻഡ്സ് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ വെള്ളപ്പൊക്കത്തെ പൂർണ്ണമായി നിയന്ത്രിച്ചു കഴിഞ്ഞു. അവർ വെള്ളത്തോട് പൊരുതുക മാത്രമല്ല, വെള്ളത്തോടൊപ്പം ജീവിക്കാൻ പഠിച്ചു. ഇന്ന് അവർക്ക് ഒഴുകുന്ന വീടുകളുണ്ട്. വെള്ളപ്പൊക്കമുണ്ടായാൽ വെള്ളം സംഭരിക്കാൻ നഗരങ്ങൾക്ക് നടുവിൽ വലിയ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സ്പേസുകളുണ്ട്. പ്രകൃതി തങ്ങൾക്ക് തന്ന പരിമിതികളെ ശാസ്ത്രീയമായ ബുദ്ധി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും മറികടന്ന് ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ ഒന്നായി മാറിയ ഡച്ചുകാരുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്: ശരിയായ പ്ലാനിങ്ങും സാങ്കേതിക വിദ്യയും ഉണ്ടെങ്കിൽ നമുക്ക് കടലിനെ പോലും തോൽപ്പിക്കാം. ഇത്തരത്തിലുള്ള രസകരമായ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്